ഇന്നത്തെ നമ്മുടെ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് കേട്ടോ. നല്ല എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളതാണ്. നമ്മുടെ ചാനലിൽ നമ്മൾ ഇതിന് മുന്നേ KFC ബ്രെഡ് വെച്ച് ചെയ്യുന്നതും അതുപോലെ ചിക്കനെ കൊണ്ടുള്ളതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനേക്കാളൊക്കെ വളരെ സിമ്പിളായിട്ട് വീട്ടിലുള്ള ചേരുവകൾ കൊണ്ട് നമുക്ക് റെഡിയാക്കി എടുക്കാവുന്ന ഒരു അടിപൊളി നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഒരു ബൗളിനകത്തോട്ടേക്ക് നമുക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി ഇതിലോട്ടേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അടുത്തതായിട്ട് ഒരു 2 നുള്ള് അളവിൽ മാത്രം ഗരം മസാല പൗഡർ, ചിക്കൻ മസാല പൗഡർ 1/4 ടീസ്പൂൺ, കുരുമുളക് പൊടി ഏകദേശം 1/4 ടീസ്പൂണോളം തന്നെ ഉപയോഗിക്കാം. കാശ്മീരി മുളക് പൊടി ഒരു 2 3 പിഞ്ച് മാത്രം ഇട്ട് കൊടുത്താൽ മതിയാകും. അപ്പോൾ മുളക് പൊടി അതിൻ്റെയൊക്കെ ടേസ്റ്റ് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഫ്ലെയിം ഓൺ ചെയ്ത് ഒരു പാൻ വെച്ച് ചൂടായി വരുമ്പോൾ അതിലോട്ട് 2 ടീസ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ മുട്ടയുടെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ അടച്ചു വെച്ചിട്ടാണ് കേട്ടോ കുക്ക് ചെയ്തെടുക്കുന്നത്. അതുപോലെ തന്നെ എണ്ണ ഒരിക്കലും ഇതിന് വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്. അതല്ലാതെ സൺഫ്ലവർ ഓയിലോ കോൺ ഓയിലോ നിങ്ങൾക്കിതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. തിരിച്ചിട്ടിട്ട് കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിനകത്തോട്ടേക്ക് ഒരു ബോർഡിനകത്തോട്ടേക്ക് മാറ്റിയിട്ട് ഒന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അത്യാവശ്യം നല്ല ഒരു അളവിൽ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ കഴിയും. 1-2 പീസൊക്കെ തന്നെ നല്ല ഹെവി ആയിട്ടായിരിക്കും ഉണ്ടാകുക. ഇനി ഒരു ബൗളിനകത്തോട്ട് 1 കപ്പ് അളവിൽ മൈദ, കാശ്മീരി മുളക് പൊടി 1/4 ടീസ്പൂൺ അളവിൽ, അതുപോലെ 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി, ഗരം മസാല പൗഡർ 1/4 ടീസ്പൂൺ, ചിക്കൻ മസാല പൗഡർ 1/4 ടീസ്പൂൺ, ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ബേക്കിംഗ് പൗഡർ 1/2 ടീസ്പൂൺ. ബേക്കിംഗ് പൗഡർ തീർച്ചയായിട്ടും ഇട്ട് കൊടുക്കണം. 1/2 ടീസ്പൂൺ മതിയാകും. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ 1 കപ്പ് 1.5 കപ്പ് എടുക്കുന്നുണ്ടെങ്കിലും 1/2 ടീസ്പൂണൊക്കെ ബേക്കിംഗ് പൗഡർ മതിയാകും കേട്ടോ. നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിൽ നിന്നും ഒരു 4 ടേബിൾ സ്പൂൺ 4 തുടങ്ങി 5 ടേബിൾ സ്പൂൺ വരെ ഒരു ബൗളിനകത്തോട്ട് മാറ്റാം. എന്നിട്ട് നമ്മൾ ആ മാറ്റിയിട്ടുള്ള ഒരു 4 ടേബിൾ സ്പൂൺ നമ്മളിപ്പോൾ മാറ്റി വെച്ചല്ലോ, അതിനകത്തോട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ബാറ്റർ ഒത്തിരി അങ്ങ് കട്ടിയായി പോകാനും പാടില്ല, ഒത്തിരി അങ്ങ് ലൂസായി പോകാനും പാടില്ല. ഒരു മീഡിയം പാകത്തിൽ വേണം കേട്ടോ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഒരു വിസ്കോ അതല്ലെങ്കിൽ ജസ്റ്റ് ഒരു സ്പൂണോ ഫോർക്കോ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന മുട്ടയുടെ പീസ് ഈ ഒരു ബാറ്ററിനകത്ത് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കണം. നല്ലതുപോലെ കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ എക്സ്ട്രാ വരുന്ന ബാറ്ററൊക്കെ അങ്ങ് കളഞ്ഞിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഫ്ലോറിനകത്തോട്ട് ഇതുപോലെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഡബിൾ കോട്ടിങ് ചെയ്യുന്നുണ്ട്. ഡബിൾ കോട്ടിങ് ചെയ്യുമ്പോഴാണ് ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുക കേട്ടോ. അപ്പോൾ നമ്മൾ മുന്നേ KFC ഒക്കെ ചെയ്ത സമയത്ത് കാണിച്ചതുപോലെ തന്നെ ആദ്യം നമ്മൾ ഇതുപോലെ ഫ്ലോറിനകത്ത് മിക്സ് ചെയ്തു. എന്നിട്ട് വീണ്ടും ആ ബാറ്ററിനകത്ത് ഒന്നുകൂടി ചെറുതായിട്ട് ഡിപ്പ് ചെയ്തു. വീണ്ടും നമുക്ക് അതേ ഫ്ലോറിനകത്തോട്ട് തന്നെ ഇട്ടിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇനി നിങ്ങൾക്ക് ഡബിൾ കോട്ടിങ് വേണ്ടെന്നാണെങ്കിൽ ഒഴിവാക്കിയിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ്. പക്ഷേ നമ്മൾ ഡബിൾ കോട്ടിങ് ചെയ്തിട്ട് ചെയ്യുവാണെങ്കിൽ നമ്മളിപ്പോൾ ഓരോ പീസ് എടുത്ത് നോക്കുമ്പോൾ തന്നെ അറിയാം നമ്മൾ സാധാരണ KFC ചിക്കനൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ വരുന്ന അതേ ആ ഒരു ടെക്സ്ചറിൽ നമുക്കിത് റെഡിയായി കിട്ടും. ഇനി നല്ലതുപോലെ എണ്ണ ചൂടാക്കിയെടുക്കണം. എണ്ണ നന്നായി ചൂടായി വന്നു കഴിഞ്ഞാൽ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്തെടുക്കാൻ. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യരുത്. അപ്പോൾ പെട്ടെന്ന് റെഡിയായി കിട്ടും. ബേക്കിംഗ് പൗഡർ ഉള്ളത് കൊണ്ട് തന്നെ നന്നായിട്ട് ആ ഒരു പൊങ്ങി വരും. നല്ല വീർത്ത് നല്ലൊരു ഷേപ്പിൽ നമുക്ക് റെഡിയായി കിട്ടും. പിന്നെ നന്നായിട്ട് മൊരിഞ്ഞ് നല്ല ക്രിസ്പി ആയിരിക്കും. അപ്പോൾ ഇതിന് ഉള്ളിൽ നമ്മൾ ആ ഒരു ചിക്കൻ മസാല പൗഡറിൻ്റെ ആ ഒരു ഫ്ലേവറും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഫ്ലേവറുമാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മസാല പൗഡറൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മീറ്റ് മസാലയോ ചിക്കൻ മസാലയൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. അത് നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അതിനനുസരിച്ച് നമുക്ക് മാറ്റം വരുത്തി ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. എങ്ങനെയാണെങ്കിലും സംഭവം നല്ല അടിപൊളി ടേസ്റ്റാണ്. നമുക്ക് പെട്ടെന്ന് ഒരു KFC സ്റ്റൈലിൽ എന്തെങ്കിലും ഒരു സ്നാക്കൊക്കെ കഴിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ബ്രെഡ് പോപ്കോൺ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ വളരെ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാവുന്ന ഒരു സ്നാക്കാണ്. അപ്പോൾ ഞാനിതൊന്ന് പ്രസ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കണ്ടോ, നല്ല അടിപൊളിയായിട്ട് നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. കുറച്ച് ടൊമാറ്റോ സോസിൻ്റെ കൂടെ ആണെങ്കിൽ പിന്നെ ഒന്നും പറയണ്ട. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.